ഈ കാണുന്നത് തുറവൂർ തൈക്കാട്ടുശ്ശേരി പമ്പ ഹൈവേക്ക് വേണ്ടി വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മാക്കേക്കടവ് പാലവും പമ്പ ഹൈവേയുമാണ്. ഈ പാലത്തിൻ്റെ നേരെ അക്കരെ കോട്ടയം ജില്ലയാണ്. അതിന് സമീപമായി കാണുന്നത് എറണാകുളം അരുക്കുറ്റി ചേർത്തല മെയിൻ റോഡ് മാക്കേക്കടവ് ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രം വടക്കോട്ട് മാറി ഈ കാണുന്ന മൃഗാശുപത്രി റോഡ്, ഇതൊരു മൃഗാശുപത്രിയുണ്ട്, ഒരു മിൽമയുമുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് വെറും 700 മീറ്റർ മാത്രം ഉള്ളിലേക്ക് മാറി മെയിൻ റോഡിൽ നിന്ന് ഏത് വാഹനങ്ങളും കയറി വരാവുന്ന രൂപത്തിൽ 8.5 സെൻറ്റ് സ്ഥലവും 1100 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടുമാണ്. ഈ വീടിന് ഏകദേശം 6 വർഷം പഴക്കമുണ്ട്. ഇത് വിൽപ്പനയ്ക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കൊന്ന് കയറി നോക്കാം. നല്ല ചതുരാകൃതിയിൽ കിടക്കുന്ന ഒരു പുരയിടമാണ്. മൂന്നോ നാലോ കാറുകൾ ഇതിനകത്ത് കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട്. കുടിവെള്ളത്തിനായിട്ട് വാട്ടർ അതോറിറ്റി കണക്ഷനുണ്ട്, പിന്നെ ബോർവെല്ലുണ്ട്. ഇതിൻ്റെ സമീപത്തൊക്കെ അടിപൊളി വീടുകളാണ്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മുറ്റമെല്ലാം കട്ട വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു വീടാണ്. നിലവിൽ ഈ വീടിന് 2 ബെഡ്റൂമും 2 ബാത്റൂമാണ്. ഒരു ബെഡ്റൂം വേണമെങ്കിൽ ഇവിടെ എടുക്കാവുന്നതാണ്. ഈ കാർ പോർച്ച് ഒരു ബെഡ്റൂം ആക്കാവുന്നതാണ്. നല്ല ഒരു പുരയിടമാണ്. എന്ത് വച്ചാലും നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു സ്ഥലമാണ്. ഒരു ചെറിയ ഒരു പ്ലാവാണിത്. അതിലുണ്ടായിരിക്കുന്ന ചക്ക അതിൻ്റെ തണ്ടിന് താങ്ങാൻ പറ്റാഞ്ഞിട്ട് കമ്പ് കൊടുത്ത് താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഇത് ആകെ ഗേറ്റിൻ്റെ പടിയിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. മതിലിൻ്റെ പൈപ്പ് കെട്ടിയാണ് ആ ചക്ക വച്ചിരിക്കുന്നത്. ആ കമ്പിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. നല്ല ശാന്തമായ ഒരു ഏരിയയാണ്, സൈലൻ്റ് ഏരിയയാണ്. പുറത്തുകൂടി സ്റ്റെയർ കൊടുത്തിരിക്കുന്ന ഈ വീടിൻ്റെ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. എന്ത് സാധനങ്ങൾ വേണമെങ്കിലും കൊണ്ടിടാനുള്ള സൗകര്യമുണ്ട്. ഇത് മുറ്റത്ത് നിൽക്കുന്ന 2 വാഴകളാണ്. അത് നല്ല വലിയ 2 കുലകൾ തന്നെയാണ് കുലച്ചിരിക്കുന്നത്.
ഇത് ഈ വീടിൻ്റെ ബാക്ക് വശമാണ്. ഇപ്പം നമ്മൾ ഈ വീടിന് ഒരു പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പടിഞ്ഞാറ് സൈഡിൽ കൂടി കയറി തെക്ക് വശത്തുനിന്ന് നേരെ കിഴക്കോട്ട് നടക്കുകയാണ്. വീട് കിഴക്കോട്ട് തിരിച്ചമായിട്ടാണെന്ന് പറഞ്ഞല്ലോ. വളരെ സൈലൻ്റായ ഒരു ഏരിയയാണ്. ഇവിടെ ആകെ ഒരു ഒച്ചയും ബഹളമുള്ള കുറച്ച് കിളികളുടെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു ഒച്ചയാനൊക്കെ കേൾക്കാനില്ല. പിന്നെ ഇതിൻ്റെ സമീപത്ത് താമസിക്കുന്നതൊക്കെ നല്ല VIP ടീമാണ്. അപ്പോൾ നമ്മൾ കയറി വന്ന ഒരു ഹാളിലേക്കാണ്. ഇതൊരു ഡൈനിങ് ഹാളാണ്. ഈ കാണുന്നതൊരു കോമൺ ബാത്റൂമാണ്. അതിന് തൊട്ടു സമീപത്തുള്ള ഒരു ബെഡ്റൂമാണിത്. നിലവിൽ 2 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂമും 2 ബാത്റൂമും. അതിലൊരെണ്ണം കോമണാണ്, ഒരെണ്ണം അറ്റാച്ച്ഡാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അതിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1100 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിൻ്റെ കാർ പോർച്ച് ഒരു ബെഡ്റൂമാക്കി 3 ബെഡ്റൂമാക്കാവുന്നതാണ്. അതിന് വലിയ ചിലവ് വരില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബാത്റൂം. അടുക്കളയാണ് ഈ കാണുന്നത്. കബോർഡ് വർക്കൊക്കെ ചെയ്ത് അത്യാവശ്യം സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഒരു അടുക്കളയാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് നേരെ കിഴക്കോട്ട് 700 മീറ്റർ ചെല്ലുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പാണ്. മൃഗാശുപത്രി ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് 100 മീറ്റർ കൂടി വടക്കോട്ട് നടന്നു കഴിഞ്ഞാൽ മണപ്പുറമായി. മണപ്പുറത്ത് സ്കൂള് മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വീട്ടിൽ നിന്ന് കറക്റ്റ് 3 കിലോമീറ്ററാണ് പൂച്ചാക്കൽ ടൗണിലേക്കുള്ള ദൂരം. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്ററാണ് തുറവൂർ തൈക്കാട്ടുശ്ശേരി പമ്പ ഹൈവേ മാക്കേക്കവല ജംഗ്ഷനിലേക്കുള്ള ദൂരം. 6 കിലോമീറ്ററാണ് തുറവൂർ നാഷ് ഹൈവേ സിഗ്നലിലേക്കുള്ള ദൂരം. 6.5 കിലോമീറ്ററാണ് തുറവൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. ഇവിടെ നിന്നും ഏകദേശം 14 കിലോമീറ്ററാണ് അരൂർ നാഷ് ഹൈവേ സിഗ്നലിലേക്കുള്ള ദൂരം. 24 കിലോമീറ്ററാണ് എറണാകുളം വൈറ്റിലയിലേക്കുള്ള ദൂരം. അപ്പോൾ ഈ കാണുന്ന 8 സെൻറ്റ് സ്ഥലവും 1100 സ്ക്വയർ ഫീറ്റ് വീടും കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില 35 ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിളാണ്. ആവശ്യക്കാർ മാത്രം വിളിക്കുക.